ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. 123/2023 എന്നുള്ള കാറ്റഗറി നമ്പറിൽ വന്നിട്ടുണ്ടായിരുന്ന ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള പരീക്ഷ. ഈ ഒരു പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ്. ദി ഫോളോയിങ് ഈസ് ദി ഷോർട്ട് ലിസ്റ്റ് കണ്ടെയ്നിങ് ദി രജിസ്റ്റർ നമ്പേഴ്സ് ഓഫ് കാൻഡിഡേറ്റ് who are found professionally eligible to be called for interview subjected to the verification of original documents. അപ്പോൾ ഇതൊരു ഷോർട്ട് ലിസ്റ്റാണ്, ഒരു പ്രോബബിൾ ലിസ്റ്റാണ്. ഇനി എന്ത് ചെയ്യും? യെസ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും, അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നുണ്ടാവുക. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ 123/2023 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. OMR ടെസ്റ്റ് എപ്പോഴായിരുന്നു? 22/7/2024. അങ്ങനെ നോക്കുന്ന സമയത്ത് മെയിൻ ലിസ്റ്റിൽ 6ഉം 4ഉം 10 പേരാണ്. ദെൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ആൾക്കാരെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടോ, 10 പേര് മെയിൻ ലിസ്റ്റിൽ, 60 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള 12 പേര്. ടോട്ടൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ എണ്ണം 82. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് കൂടി നമുക്കിവിടെ കാണാം. 58.33 എന്നുള്ളതാണ് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക്. കണ്ടോ? യെസ്. അപ്പം നിലവിൽ ഈ ഒരു തസ്തികയിലുള്ള വേക്കൻസികളുടെ എണ്ണം 3 കണ്ടോ? യെസ്, ഈ 3 സമയങ്ങളിലായിട്ട് ഓരോ വേക്കൻസികൾ വീതം, അങ്ങനെ ടോട്ടൽ 3 വേക്കൻസികൾ നിലവിലുണ്ട്. ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ 10 പേരാണുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇത്ര ആൾക്കാരുണ്ടാവില്ല. കാരണം എക്സാം നടന്നത് 22/7/2024 അതിനുശേഷം കുറേയധികം തസ്തികകളിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ട്. ഇപ്പം അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ പുതിയ വേക്കൻസികൾ വന്നു. ദെൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൽ പുതിയ അഡ്വൈസുകൾ പോയി, അല്ലേ? ലെക്ചറിങ് പോളിയിൽ പോയി. ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ KSEBയിൽ പോയിട്ടുണ്ട്. അപ്പം കുറേയൊക്കെ അതിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, എന്തായാലും വന്നിട്ടുണ്ടാവും. സോ അവർ ഇനി ഇതിൻ്റെ ഇൻ്റർവ്യൂ എന്നുള്ള പ്രൊസീജിയറിലേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് വീണ്ടും ആൾക്കാരെ കുറയാനാണ് സാധ്യത. അതേപോലെ NJDക്കൊക്കെ സാധ്യതയുള്ള ഒരു ലിസ്റ്റാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വരുന്ന മുറയ്ക്ക് നമുക്കതിൻ്റെ വീഡിയോസ് ചെയ്യാം. നിലവിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു പരീക്ഷ ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്